السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. صدق الله العظيم. قال النبي صلى الله عليه وسلم: أعددت لعبادي الصالحين ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر، أو كما قال عليه الصلاة والسلام. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മൾ നിർവഹിച്ച നോമ്പുകൾ, നമസ്കാരങ്ങൾ, ഇബാദത്തുകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരുണ കൊണ്ട്, ഔദാര്യം കൊണ്ട് സ്വീകരിക്കപ്പെടുന്ന അമലാക്കി മാറ്റുമാറാകട്ടെ. ഈ റമദാനിൽ ആരോഗ്യത്തോടെ നോമ്പ് അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് തന്നതുപോലെ ഇനിയും ധാരാളം റമദാനുകളിൽ അള്ളാഹുവിനെ അനുസരിച്ച് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തെ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം. അതിൻ്റെ ധാരാളം കടമ്പകൾ ഉണ്ടായിരുന്നു. അതോരോന്നും കടന്ന് അവസാനം സ്വർഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗാവകാശികളാക്കി മാറ്റുമാറാകട്ടെ. സ്വർഗം എന്നുള്ളത് അല്ലാഹു അവൻ്റെ അനുസരണയുള്ള ദാസന്മാർക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ലോകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ പറയുകയുണ്ടായി: അഅദത്തു ലിഇബാദിയ സ്സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. എൻ്റെ സാലിഹീങ്ങളായ ദാസന്മാർക്ക് വേണ്ടി, സദ്വൃത്തരായ ദാസന്മാർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ ലോകമുണ്ട്, സ്വർഗം. അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയുമോ? ലാ ഐനുൻ റഅത്. അവിടുത്തെ അനുഗ്രഹങ്ങൾ ഒരു കണ്ണുകളും ഇതുവരെയും കണ്ടിട്ടില്ല. വലാ ഉദുനുൻ സമിഅത്. ഒരു ചെവിയും കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യന്റെയും ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയും അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ കൺകുളിർപ്പിക്കുന്നതിന് വേണ്ടി ആഖിറത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന, സ്വർഗത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയില്ല, ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത്രയും അതിവിപുലമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചു വച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫൗസ്ലിഫത്തുൽ ജന്നത്തു ലിൽ മുത്തഖീൻ ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയ അർറഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആർക്ക് വേണ്ടി? മൻ ഖശിയ അർറഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. അല്ലാഹുവിനെ അദൃശ്യമായി ഭയപ്പെടുകയും അള്ളാഹുവിനെ അദൃശ്യമായി കാണാതെ അള്ളാഹുവിനെ അനുസരിക്കുന്നു, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നു, അള്ളാഹുവിനെ പേടിക്കുന്നു, അങ്ങനെയുള്ള അടിമകൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. വജാഅ ബിഖൽബിൻ മുനീബ്. ഒരു പരിശുദ്ധമായ ഹൃദയവുമായി, കളങ്കങ്ങളില്ലാത്ത, അസൂയയും പകയും ഒന്നുമില്ലാത്തതായ പരിശുദ്ധമായ ഒരു ഹൃദയവുമായിട്ട്
നാളെ ആഖിറത്തിൽ ചെല്ലാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പരിശുദ്ധമായ സ്വർഗം. ഉദ്ഖുലൂഹാ ബിസലാം, സമാധാനത്തോടുകൂടി നിങ്ങൾ അതിനകത്ത് പ്രവേശിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടും. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവിടെ അവർക്ക് ആവശ്യമുള്ളത്, അവർക്ക് തോന്നുന്നത്, അവർ ചോദിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എല്ലാം അവർക്കുണ്ടാകും. വലദൈനാ മസീദ്, അത് മാത്രമല്ല നമ്മുടെ അടുക്കൽ അതിനേക്കാളും അധികരിച്ചത് അനുഗ്രഹങ്ങൾ നാം അവന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ്. ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രവാചകന്മാർക്ക് ശേഷം ഉമ്മത്തുകളിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ കടക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. ബഹുമാനികളെ, അത്ര വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത്രയും അപകടകരമായ ശിക്ഷകൾ നരകത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് അനുഭവിക്കാനുള്ള അളവിലുള്ള വലിയ ശരീരങ്ങളുമായിട്ടാണ് നരകാവകാശികൾ നരകത്തിലേക്ക് കയറുന്നത്. അതുപോലെ തന്നെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതിനെ അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശരീരവുമായിട്ട് തന്നെയായിരിക്കും മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. ഹദീസിലൂടെ വരുന്നുണ്ട്, ഖാമത്തു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരപ്രകൃതിയായിരിക്കും ഓരോ മനുഷ്യനും നൽകപ്പെടുന്നത്. 130 അടി ഉയരവും വണ്ണവുമുള്ള മനുഷ്യനായിരിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത്ര വലിയ ശരീരമായിരുന്നു. പിന്നീട് മനുഷ്യ തലമുറ ഇങ്ങനെ അളവ് കുറഞ്ഞ് ഈ അവസ്ഥയിലേക്ക് എത്തിയതാണ്. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരപ്രകൃതിയായിരിക്കും ആഖിറത്തിൽ നൽകപ്പെടുന്നത്. വഹുസ്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യമായിരിക്കും നൽകുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വയസ്സായിരിക്കും നൽകുന്നത്, 33 വയസ്സ്. ആരായാലും ശരി 33 വയസ്സ്, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും 33 വയസ്സ് തന്നെയായിരിക്കും. ചെറുപ്പക്കാരായ മനുഷ്യർ മരണപ്പെട്ടാലും വൃദ്ധരായ ആളുകൾ മരണപ്പെട്ടാലും എല്ലാവരെയും 33 വയസ്സാക്കിയിട്ടായിരിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധമായ ഹൃദയമായിരിക്കും നൽകപ്പെടുന്നത്. വഖുലുഖു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമായിരിക്കും ഓരോരുത്തർക്കും നൽകപ്പെടുന്നത്. കാന ഖുലുഖുൽ ഖുർആൻ, ഹദീസിലൂടെ വരുന്നുണ്ട് നബിതങ്ങളുടെ സ്വഭാവം ഏറ്റവും ഉത്തമമായ സ്വഭാവമാണ്. നബിതങ്ങളുടെ സ്വഭാവം പരിശുദ്ധമായ ഖുർആനായിരുന്നു. ആ പരിശുദ്ധമായ സ്വഭാവമായിരിക്കും ആഖിറത്തിൽ സ്വർഗാവകാശിക്ക് ഓരോ മനുഷ്യനും നൽകപ്പെടുന്നത്. ഈ അവസ്ഥയിലായിരിക്കും ആഖിറത്തിലേക്ക് അതിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്വാജും മുതഹ്ഹറ, പരിശുദ്ധവതികളായ ഭാര്യമാർ അവർക്ക് നൽകപ്പെടും. എല്ലാ തരത്തിലുമുള്ള ഭക്ഷണങ്ങൾ അവർക്ക് നൽകപ്പെടും. അവർ രാജാക്കന്മാരെ പോലെ കട്ടിലുകളിൽ ഇങ്ങനെ ചാരിയിരുന്നു കൊണ്ട് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കും. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവിടെ അവരുടെ ചുറ്റും ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കും. അവരുടെ കൈകളിൽ കോപ്പകൾ ഉണ്ടാകും, അതിൽ പാനീയങ്ങൾ ഉണ്ടാകും, വെള്ളമുണ്ടാകും, പാലുണ്ടാകും, മദ്യമുണ്ടാകും. എന്നാൽ അവിടുത്തെ മദ്യം കുടിക്കുന്നതിന്റെ പേരിൽ ഒരിക്കലും അവരുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയോ അവർക്ക് അസ്വസ്ഥത ബാധിക്കുകയോ ഒന്നുമില്ല. മുമ്പ് പറഞ്ഞു, ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്. അതിനെ ആ കൽപ്പനയ്ക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ അനുവദനീയമാക്കി തരും. വലിബാസുഹും ഫീഹാ ഹരീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പട്ടുവസ്ത്രം ധരിക്കുന്നത് ഹറാമാക്കിയിരിക്കുന്നു. ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പട്ടിന്റെ വസ്ത്രമായിരിക്കും ധരിക്കാൻ നൽകുന്നത്. ചുവന്ന നിറത്തിലുള്ളത്, പച്ച നിറത്തിലുള്ളത്, ഈ രീതിയിൽ ഉയർന്ന മുന്തിയ തരം പട്ടുകൾ ധരിപ്പിക്കുന്നതാണ്. അവർ ചാരുകെട്ടിലുകളിൽ ഇങ്ങനെ ചാരിയിരുന്ന് മുത്തഖീന, പരസ്പരം ഇങ്ങനെ നോക്കി അവർ സംസാരിച്ചു കൊണ്ടിരിക്കും, ആസ്വദിച്ചു കൊണ്ടിരിക്കും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ. എന്തെല്ലാം തരങ്ങൾ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത്. ഫീഹിന്ന ഖാസിറാത്തു ത്വർഫി ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൂർലിങ്ങളെ അവിടെ കൊടുക്കുന്നതാണ്. ഹൂർലിങ്ങളെ കൊടുക്കുന്നതാണ്. പതിവ്രതകളായ, കണ്ണുകളെ ഒതുക്കിയവരായ, വെളുത്ത നിറമുള്ള, ഉരുണ്ട വലിയ കണ്ണുകളുള്ള, സൗന്ദര്യത്തിന്റെ പ്രതീകമായ ഹൂർലിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ആ
ഹൗർലിങ്ങളെക്കാൾ എല്ലാം വലിയ സൗന്ദര്യമുള്ളതായിരിക്കും ഒരു സത്യവിശ്വാസിയുടെ ഭാര്യ. അവിടെ ഒരു വിശ്വാസിനിയായ സ്ത്രീ, മുഅ്മിനത്തായ സ്ത്രീ ആയിരിക്കും അവിടെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഹൗറി. പാതിവൃത്യത്തോടു കൂടി ജീവിക്കാൻ സാധിച്ചാൽ, കണ്ണുകളെ സൂക്ഷിച്ച നിലയിൽ ജീവിക്കാൻ സാധിച്ചാൽ, ഹറാമുകളിലേക്ക് പോകാതെ ജീവിക്കാൻ സാധിച്ചാൽ ഏറ്റവും വലിയ സ്വീകാര്യതയായിരിക്കും സ്വർഗത്തിൽ നൽകപ്പെടുന്നത്. അത് പെണ്ണാകട്ടെ ആണാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കുറെ കാര്യങ്ങളുണ്ട്. അത് എത്രത്തോളം അതിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്നോ അതിനനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ മ്യൂസിക് കേൾക്കുന്നത് ഹറാമാക്കിയിട്ടുണ്ട്. വാദ്യോപകരണങ്ങളെ തച്ചു തകർക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ദുനിയാവിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക് കേൾക്കുന്നത്, വാദ്യോപകരണങ്ങൾ കേൾക്കുന്നത് അല്ലാഹു ദുനിയാവിൽ ഹറാമാക്കിയിരിക്കുന്നു. ആ ഹറാമാക്കിയ സാധനം നമ്മൾ അതുപോലെ സൂക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ സംഗീതം ആസ്വദിപ്പിക്കുന്നതാണ്. സ്വർഗത്തിന്റെ സംഗീതം ആസ്വദിപ്പിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ, ലഹരി പദാർത്ഥങ്ങളെ ഹറാമാക്കി അതിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ഏറ്റവും മുന്തിയ തരത്തിലുള്ളതായ മദ്യം നൽകുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പല തരത്തിലുള്ള മജ്ലിസുകൾ ഉണ്ടാവും സ്വർഗത്തിൽ, പല തരത്തിലുള്ള മദ്യത്തിന്റെ സദസ്സുകൾ ഉണ്ടാവും. ഓരോരുത്തരുടെയും അമലുകൾക്കനുസരിച്ച് വ്യത്യസ്ത തട്ടുകളിലായിരിക്കും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഒരു സദസ്സുണ്ടാകും, സാധാരണ നമ്മൾ ദുനിയാവിലൊക്കെ കാണുന്നത് പോലെ ബുഫേ സിസ്റ്റം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ തയ്യാറാക്കി വെച്ചിരിക്കും. പലതരത്തിലുള്ള മദ്യങ്ങൾ, പലതരത്തിലുള്ള പാനീയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിരിക്കും. ഹദീസിലൂടെ വരുന്നുണ്ട്, സ്വർഗത്തിന്റെ സാധാരണ വെള്ളം അതാരെങ്കിലും ഒരു കൈ ഇങ്ങനെ മുക്കിയിട്ടെടുത്ത് ദുനിയാവിലേക്ക് കാണിച്ചാൽ അതിന്റെ സുഗന്ധം കാരണം ദുനിയാവ് മുഴുവനും സുഗന്ധപൂരിതമാവും. സാധാരണ വെള്ളം. അവിടുത്തെ പാലിന്റെ അവസ്ഥ എന്തായിരിക്കും, തേനിന്റെ അവസ്ഥ എന്തായിരിക്കും, കള്ളിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു അക്ബർ. അതാണ് പറഞ്ഞത്, വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യന്റെയും ഹൃദയങ്ങൾ കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അപ്പോ ആദ്യത്തെ തട്ടിൽ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. അവിടെ ഇങ്ങനെ മനുഷ്യൻ പോയി സ്വന്തമായിട്ട് ഇഷ്ടമുള്ളത് എടുത്തിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. ഓരോ തരത്തിലുള്ള മദ്യങ്ങൾ ഉണ്ടാവും, എടുത്ത് കുടിക്കും. ഇതൊരു തട്ടാണെങ്കിൽ അതിന്റെ മുകളിൽ മറ്റൊരു അതിനേക്കാളും വലിയൊരു ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ്. അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടെ പോയി സ്വന്തമായിട്ട് ഒഴിച്ചു കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടേക്ക് പോയാൽ മാത്രം മതിയാകും. മലക്കുകൾ വരും, അവർ ഒഴിച്ചു തരും. ഭാര്യമാർ വരും, ഒഴിച്ചു തരും. ഹൗർലിങ്ങൾ വരും, ഒഴിച്ചു തരും. കൊച്ചുകുട്ടികൾ വരും, അവർ ഒഴിച്ചു തരും. അങ്ങനെ ഓരോരുത്തരും, എല്ലാവരും ഇങ്ങനെ നമ്മളിങ്ങനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും, നമ്മളിങ്ങനെ സൽക്കരിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നമ്മളിങ്ങനെ കുടിപ്പിച്ചുകൊണ്ടേയിരിക്കും ആളുകൾ, അവിടെ ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെയും മുകളിലൊരു തട്ടുണ്ടാകും, അതിന്റെയും മുകളിലൊരു തട്ട്, ഹൈ ക്ലാസ്, ഏറ്റവും വലിയ സ്വീകാര്യത നൽകുന്നതായ സ്ഥലം. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് കുടിക്കേണ്ടി വരികയില്ല. മലക്കുകളും ഒഴിച്ചു തരൂല, ഭാര്യമാരും ഉണ്ടാകൂല, വേറെ ആരും ഉണ്ടാകൂല. അവിടെ സൽക്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത് നമ്മളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ടായിരിക്കും. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ഒഴിച്ചു തരുന്നതാണ്. അല്ലയോ അടിമേ, നീ ആസ്വദിച്ചു കുടിക്കുക. എന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് ദുനിയാവിൽ നീ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നോ, ഇന്ന് ഞാൻ നിനക്കിതാ ഇവിടെ സൽക്കാരം നൽകുകയാണ്. എന്തൊരു അനുഗ്രഹങ്ങളായിരിക്കും സ്വർഗത്തിൽ. എല്ലാ തരത്തിലുള്ള പഴങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കും, എല്ലാ തരത്തിലുള്ള പാനീയങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു മലക്ക് വരും, സ്വർഗാവകാശിയുടെ അടുക്കൽ ഒരു ഗിഫ്റ്റ് നൽകും. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് താങ്കൾക്ക് നൽകപ്പെട്ടതാണ്. അദ്ദേഹം അത് തുറന്നു നോക്കുമ്പോൾ ഒരു പഴം, ഇത് സ്പെഷ്യൽ എങ്ങനെയാകുന്നത്? ഇത് തന്നെയല്ലേ കുറച്ചു മുമ്പ് ഞാൻ കഴിച്ചതെന്ന് ആ മനുഷ്യൻ പറയും. മലക്ക് പറയും, താങ്കൾ ഇതൊന്ന് രുചിച്ചു നോക്കുക. ഇതിന്റെ രൂപം താങ്കൾ നേരത്തെ കണ്ടതുപോലെ ആയിരിക്കാം, പക്ഷെ ഇതിന്റെ രുചി അങ്ങനെ ആയിരിക്കുകയില്ല. ആ മനുഷ്യൻ അതിന്റെ ഒരംശം അതിൽ നിന്ന്, ആ പഴത്തിൽ നിന്ന് മനുഷ്യൻ കഴിക്കും. ഇത്ര നേരം എത്രായിരം രുചികൾ അവൻ ആസ്വദിച്ചിട്ടുണ്ടോ അത് മുഴുവനും ആ ഒരൊറ്റ കടിയിലൂടെ അവന് രുചി ലഭിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ആ പഴത്തിന്റെ ഓരോ കടിയിലൂടെയും ഇതുവരെ കിട്ടാത്തതായ ആയിരക്കണക്കിന് രുചികൾ ഒന്നിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആസ്വദിപ്പിക്കും. ബഹുമാനികളെ, അൽ ജന്നത്തു ഹഖ്ഖുൻ, അൽ ജന്നത്തു വ നഈമുഹാ ഹഖ്ഖുൻ. സ്വർഗ്ഗവും അതിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ സത്യമാണ്.
അത് നമ്മൾ നാളെ ആഖിറത്തിൽ കാണാൻ പോകുന്ന, അനുഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തെയും നേരിട്ട് കണ്ടിട്ട് അതിന്റെ അനുഗ്രഹങ്ങൾ മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് വന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ്. സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും മലക്കുകൾ സലാമോടുകൂടി സ്വീകരിക്കുന്നതാണ്. സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞ് ഭയങ്കരമായ സ്വീകരണം നൽകും. ചോദിക്കും, എന്തിന്റെ പേരിലാണ് നിങ്ങൾ നമ്മളെ ഈ രീതിയിൽ സ്വീകരിക്കുന്നത്, സലാം പറയുന്നത്? ബിമാ സബർത്തും, ദുനിയാവിൽ നിങ്ങൾ ക്ഷമിച്ച് ജീവിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ കൽപ്പനകളെ ക്ഷമയോടുകൂടി അനുസരിച്ചതിന്റെ പേരിൽ, തിന്മകളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അംഗീകാരം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഈ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ബഹുമാനികളെ, ദുനിയാവിൽ ഒരൽപ്പ നിമിഷത്തെ സുഖത്തിന് വേണ്ടി നമ്മൾ ഈ ആഖിറത്തിലെ വിശാലമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇവിടെ ലഭിക്കുന്നത് എന്താണെങ്കിൽ പോലും അതൊരു നിമിഷത്തെ അനുഗ്രഹമാണ്. ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും സമ്പൂർണ്ണമല്ല. എത്ര വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു മനുഷ്യനാണെങ്കിൽ പോലും, എത്ര പേടിയില്ലാതെ, ഭയമില്ലാതെ, ടെൻഷൻ ഇല്ലാതെ ജീവിച്ച മനുഷ്യനാണെങ്കിൽ ശരി, അവർക്ക് ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടാകും. ഒരു ദിവസം ഞാൻ മരിക്കേണ്ടതാണ്, ഒരു ദിവസം ഇതൊക്കെ നശിച്ചു പോകേണ്ടതാണ്. എത്ര സുഖം ആസ്വദിച്ചാലും ഒരു ദിവസം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി എന്തായാലും ഉണ്ടാവും. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു സ്വർഗ്ഗാവകാശികളെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു പേടിയും ഒരു വിഷമവും അവർക്കുണ്ടാവൂല. ഒരു പേടിയും ഒരു വിഷമവും അവനക്കുണ്ടാവൂല. ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടിയോ വിഷമമോ ഒന്നും അവനക്കുണ്ടാവൂല. സ്വർഗത്തിൽ മനുഷ്യരോ സ്വർഗാവകാശികളോട് വിളിച്ചു പറയപ്പെടും, യാ അഹ്ലൽ ജന്ന, അല്ലയോ സ്വർഗവാസികളെ, ഇന്നലകും അൻ തസിഹു ഫലാ തസ്ഖമു അബദാ, നിങ്ങൾ ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കും, നിങ്ങൾക്ക് ഒരിക്കലും ഇനി രോഗമുണ്ടാവുകയില്ല. ഇന്നലകും അൻ തഹ്യു ഫലാ തമൂതു, നിങ്ങൾ ഇവിടെ എന്നെന്നും ജീവിച്ചിരിക്കും, ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മരിക്കേണ്ടി വരികയില്ല. ഇന്നലക്കും അൻ തശുബ്ബു ഫലാ തഹറമു, നിങ്ങൾ ഇവിടെ യുവാക്കന്മാരായി തന്നെ ഇരിക്കും, ഒരിക്കലും നിങ്ങൾക്ക് വാർദ്ധക്യം ബാധിക്കുകയില്ല. ഇന്നലക്കും അൻ തുൻഇമു ഫലാ തബഅസു അബദാ, നിങ്ങൾ ഇവിടെ സുഖിച്ചുകൊണ്ടേയിരിക്കും കാലാകാലം, ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും ബാധിക്കുകയില്ല. ഈ അനുഗ്രഹങ്ങളൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയുമില്ല. അഅദത്തു ലിഇബാദിയസ് സാലിഹീൻ, ഇതാർക്ക് വേണ്ടിയാണ് അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ സൽക്കർമ്മികളായ സ്വാലിഹീങ്ങളായ ദാസന്മാർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സൃഷ്ടിച്ചതിന് ശേഷം, സ്വർഗം ഇപ്പോഴും സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, സ്വർഗവും നരകവും ഒക്കെ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. സ്വർഗത്തെ സൃഷ്ടിക്കപ്പെട്ടതിനു ശേഷം ഓരോ ദിവസവും അതിനെ ഇങ്ങനെ മോടി പിടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും അതിനെ ഇങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ടാവും സഹോദരങ്ങൾ സ്വർഗം തയ്യാറാക്കപ്പെട്ടതിന് ശേഷം. ഇനി എത്ര നാളുകൾക്ക് ശേഷമാണ് ഖിയാമത്ത് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നത്? ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മുഴുവൻ മേഖലകളിലെയും സൗന്ദര്യം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊരു അനുഗ്രഹമായിരിക്കും അത്! എന്തൊരു അനുഗ്രഹമായിരിക്കും! സ്വർഗത്തിൽ സ്വർഗാവകാശിയായ മനുഷ്യൻ മാർക്കറ്റിലേക്ക് പോകും, ചന്തയിലേക്ക് പോകും. സ്വർഗത്തിലും ചന്ത ഉണ്ടാവും, മാർക്കറ്റ് ഉണ്ടാവും. അവിടെ പോയി ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ പോയി പർച്ചേസ് ചെയ്തുകൊണ്ട് വരും. സ്വർഗാവകാശി ചന്തയിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നൊരു പ്രത്യേകതരം കാറ്റിങ്ങനെ അടിച്ചു വീശും. ആ കാറ്റും കൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്, അവിടുത്തെ പൈസ കറൻസി തസ്ബീഹൊക്കെ ആയിരിക്കും, ആ തസ്ബീഹ് കൊടുത്തായിരിക്കും അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ സ്വർഗാവകാശിയുടെ ഭാര്യ പറയും, താങ്കൾ ഇവിടെ നിന്ന് പോയതുപോലെ അല്ലല്ലോ, അതിനേക്കാളും വലിയ സൗന്ദര്യവുമായിട്ടാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഓരോ ദിവസവും സൗന്ദര്യം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ആ സ്വർഗാവകാശി തിരിച്ച് ഭാര്യയോട് പറയും, ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഉള്ള സൗന്ദര്യമല്ലല്ലോ നിനക്കുള്ളത്, നിന്റെയും സൗന്ദര്യം ഒരുപാട് കൂടിയിട്ടുണ്ടല്ലോ. ബഹുമാനികളെ, സൗന്ദര്യം അത് സ്വർഗത്തിലാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് നൽകിയതായ സൗന്ദര്യങ്ങളെ അത് മറച്ചു വെക്കേണ്ടതാണ്, അത് മൂടി വെക്കേണ്ടതാണ്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജാബ് നിർബന്ധമാക്കിയത്. മറ്റുള്ളവരെ കാണിക്കേണ്ടതല്ല സൗന്ദര്യം കാണിക്കേണ്ടത് ഭർത്താക്കന്മാരെ മാത്രമാണ്. ആ രീതിയിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുഇസ്തു ലി ഉക്സിറൽ മസാമീർ, വാദ്യോപകരണങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. അത്ര വലിയ അപകടകരമായ സംഭവമാണ്. നമ്മൾ
ഇന്ന് അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ദീനിനെ കുറിച്ചുമുള്ള പാട്ടുകൾ പോലും മ്യൂസിക്കോടുകൂടി കേൾക്കുന്നു. ഈ മ്യൂസിക് വെള്ളം കൃഷിയെ മുളപ്പിക്കുന്നത് പോലെ ഈ വാദ്യോപകരണങ്ങൾ, മ്യൂസിക്കുകൾ മനുഷ്യന്റെ ഹൃദയത്തിൽ നിഫാഖിനെ വളർത്തുന്നതാണ്. അപകടകരമായ കാര്യമാണ്. ഒരു കാരണവശാലും അനുവാദമില്ല. വാദ്യോപകരണങ്ങൾ കേൾക്കാൻ ഇസ്ലാമിൽ ഒരു കാരണവശാലും അനുവാദമില്ല. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള പാട്ടായാലും ശരി, ദീനിനെ കുറിച്ചുള്ള പാട്ടായാലും ശരി, റസൂലിനെ കുറിച്ചുള്ള പാട്ടായാലും ശരി, മ്യൂസിക് ഉണ്ടോ അത് ഹറാമാണ്. ഒരു കാരണവശാലും അനുവദനീയമല്ല. നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുന്നതാണ്, സ്വർഗത്തിൽ ഒരു സദസ്സ് സംഘടിപ്പിക്കും, വിശാലമായ സദസ്സ്. മുഴുവൻ സത്യവിശ്വാസികളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടും. വിശാലമായ ഒരു സമ്മേളനം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലാൻ ചെയ്യും, ഐനല്ലദീന കാനൂ യുനസ്സിഹൂന സമഅ അൻ അസ്വാതിൽ മസാമീർ. ഇവിടെ കാതുകളെ, ചെവികളെ മ്യൂസിക്കിൽ നിന്ന്, വാദ്യോപകരണങ്ങളിൽ നിന്ന് സംരക്ഷിച്ച സത്യവിശ്വാസികൾ ഇവിടെ, അവർക്ക് ഇന്നിവിടെ സ്വർഗത്തിന്റെ സംഗീതം ആസ്വദിക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലും സംഗീതത്തിന്റെ സദസ്സ് സംഘടിപ്പിക്കും. ഇവിടെ അല്ലാഹു ഹറാമാക്കി, അവിടെ നമുക്ക് ആസ്വദിക്കാം. ഇവിടെ നമ്മളൊരു അല്പനേരത്തേക്ക് ക്ഷമിക്കുക, ആഖിറത്തിൽ നമുക്ക് ആസ്വദിക്കാം. അല്ലാഹു അക്ബർ. മുഴുവൻ സ്വർഗാവകാശികളെയും ഒരുമിച്ച് കൂട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾക്ക് സന്തോഷമായോ? ഹൽ വജദ്തും മാ വഅദ റബ്ബുകും ഹഖ്ഖാ. അല്ലാഹു നിങ്ങളുടെ രക്ഷിതാവ് വാഗ്ദാനം ചെയ്തത് സത്യസന്ധമായ രീതിയിൽ നിങ്ങൾക്ക് നൽകിയില്ലേ? അതേ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകി, ഹൗർലിങ്ങൾ നൽകി, ഇവിടുത്തെ ഭക്ഷണങ്ങൾ നൽകി. എത്ര കഴിച്ചാലും മതി വരൂല, എത്ര കുടിച്ചാലും മതി വരൂല. ആ രീതിയിൽ മുഴുവൻ അനുഗ്രഹങ്ങൾ നൽകി. ഇനി എന്ത് കിട്ടാനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇനി എന്തെങ്കിലും വേണോ? അല്ലാഹുവേ, ഇനി എന്ത് കിട്ടാനാണ്? എല്ലാം നൽകി കഴിഞ്ഞു. അല്ലാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഇവിടെ സംഗീതം കേൾപ്പിച്ചു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൗർലിങ്ങളെ വിളിച്ചു നിർത്തിയിട്ട് അവരുടെ അടുത്ത് പാട്ട് പാടാൻ വേണ്ടി പറയും, സംഗീതം ആസ്വദിപ്പിക്കാൻ പറയും. ഹൗർലിങ്ങളുടെ സ്വരം, സ്വർഗത്തിന്റെ അന്തരീക്ഷം എല്ലാം കൂടി ആകുമ്പോൾ സ്വർഗാവകാശികൾ ഇങ്ങനെ കേട്ട് ഇങ്ങനെ മസ്ത് പിടിക്കും, ആസ്വദിച്ചിരിക്കും. കുറെ നേരം ഇങ്ങനെ അവർ ആ പാട്ടിങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഹദീസിലൂടെ വരുന്നുണ്ട്, 70,000 വർഷം ആ പാട്ടിങ്ങനെ ആസ്വദിക്കും. അല്ലാഹു അക്ബർ. അതൊക്കെ കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു? അല്ലാഹു, ഭയങ്കരം, അതിഭയങ്കരം, പറയാൻ വാക്കുകളില്ല, ഭയങ്കര ആസ്വാദനമായിരുന്നു. അല്ലാഹു പറയും, ഇതിനേക്കാളും നല്ലത് കേൾപ്പിച്ചു തരട്ടെ. അല്ലാഹു, ഇതിലും വലുതിനെ എന്താണ് വരാനിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിപ്പിക്കും. ഏറ്റവും വലിയ സ്വരമാധുര്യം നൽകപ്പെട്ട വ്യക്തിയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യാ ജിബാലു ഔബി മഅഹു വത്തയ്ർ. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വരമാധുര്യം അദ്ദേഹം സബൂർ പാരായണം ചെയ്യുമ്പോൾ പക്ഷികൾ ഇങ്ങനെ വന്ന് കൂടിയിരുന്ന് കേൾക്കുമായിരുന്നു, മരങ്ങൾ ഇങ്ങനെ തലകുനിച്ച് കേൾക്കുമായിരുന്നു, മൃഗങ്ങളെല്ലാം വന്നിരുന്ന് കേൾക്കുമായിരുന്നു. ആ രീതിയിൽ വശ്യമായ ശബ്ദമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിക്ക് നൽകപ്പെട്ടിരുന്നത്. ദാവൂദ് നബി ആ സ്വരമാധുര്യത്തോടു കൂടി പരിശുദ്ധമായ ഖുർആൻ ഓതി കേൾപ്പിക്കും. അല്ലാഹു അക്ബർ. പരിശുദ്ധമായ ഖുർആൻ ഓതി കേൾപ്പിക്കും. ഏറ്റവും വലിയ സംഗീതം. ഇന്ന് നമുക്ക് ഖുർആൻ കേൾക്കാൻ സമയമില്ല, ഖുർആൻ കേൾക്കാൻ താല്പര്യവുമില്ല. പാട്ടുകളാണെങ്കിൽ, ആരുടെ പാട്ടുകളാണെങ്കിൽ ശരി, എത്ര വേണമെങ്കിലും കേൾക്കും. ഖുർആൻ, ഏറ്റവും വലിയ സംഗീതം ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്വർഗത്തിന്റെ സൗന്ദര്യത്തിൽ, ആ സ്വർഗത്തിന്റെ അന്തരീക്ഷത്തിൽ സുന്ദരമായ രീതിയിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് കേട്ട് അല്ലാഹു അക്ബർ. നേരത്തെ കേട്ട ഒന്നുമല്ല, നേരത്തെ കഴിച്ചതായ ഭക്ഷണങ്ങളുടെ രുചി മറന്നുപോകും, ഹൗർലിങ്ങളുടെ സൗന്ദര്യങ്ങൾ മറന്നുപോകും, സ്വർഗത്തിന്റെ സുഖങ്ങളെല്ലാം മറന്നുകൊണ്ട് ആ പരിശുദ്ധമായ ഖുർആനിൽ തിലാവത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കും. കുറെ നേരം, വർഷങ്ങളോളം ഇങ്ങനെ ലയിച്ചിരിക്കും. അതെല്ലാം കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എങ്ങനെയുണ്ട്? അല്ലാഹു അക്ബർ. എങ്ങനെയുണ്ട്? സ്വർഗാവകാശികൾ പറയും, അല്ലാഹുവേ, അതിഭയങ്കരം. ഇതിൽ പറയാൻ വാക്കുകളില്ല. എങ്ങനെ ഞങ്ങൾ ഇതിനെ വിശദീകരിക്കും? അത്രയ്ക്ക് ആസ്വാദ്യമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇതിനേക്കാളും സൗന്ദര്യമുള്ളവർക്ക് കേൾപ്പിക്കട്ടെ, ഇതിലും വലുത് തരട്ടെ. മനുഷ്യർ ചോദിക്കും, സ്വർഗാവകാശികൾ ചോദിക്കും, അല്ലാഹു, ഇതിലും വലുത് എന്താണുള്ളത്? യാ ഹബീബി യാ മുഹമ്മദ് തആൽ വർതഖിൽ മിൻബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിപ്പിച്ചിട്ട് പറയും, അല്ലാഹു, അല്ലയോ ഹബീബേ, അങ്ങ് മിൻബറിലേക്ക് കയറി ഇരുന്ന് ഖുർആൻ ഓതുക. അല്ലാഹു അക്ബർ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുനിയാവിൽ വെച്ച് തങ്ങളുടെ പാരായണം കേട്ടിട്ട് കടുത്ത ശത്രുക്കൾ പോലും, കഠിന ഹൃദയരായ മനുഷ്യർ പോലും അവരുടെ ഹൃദയങ്ങൾ അലിഞ്ഞു പോവുകയും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി തങ്ങളുടെ സ്വരമാധുര്യം എന്തായിരിക്കും? അതും സ്വർഗത്തിന്റെ അന്തരീക്ഷം, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്കിടയിൽ ഇരുന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യും. അല്ലാഹു അക്ബർ! എന്തായിരിക്കും അതിന്റെ ആസ്വാദനം? ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു വച്ചിരിക്കുന്നത് ഈ ദുനിയാവിൽ ഇത്തരത്തിൽ അള്ളാഹു ഹറാമിയാക്കിയ കാര്യങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. അതിങ്ങനെ കേട്ട് ആസ്വദിച്ച് വർഷങ്ങൾ കഴിയുന്നതറിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ കഴിയുമ്പോൾ ചോദിക്കും, അല്ലയോ സത്യവിശ്വാസികളെ എങ്ങനെയുണ്ട്? പറയും, അള്ളാഹുവേ അതിഭയങ്കരം. ഇത് പറയാൻ വാക്കുകളില്ല, എങ്ങനെ ഞങ്ങൾ വിശദീകരിക്കും? അവരുടെ കയ്യിൽ വാക്കുകൾ ഉണ്ടാവില്ല അതിനെ വിശദീകരിക്കാൻ, അതിനെ വിവരിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഇതിനേക്കാളും സൗന്ദര്യമുള്ളത് ഞാൻ കേൾപ്പിച്ചു തരട്ടെ. അള്ളാഹുവേ, ഹോർലിങ്ങൾ കഴിഞ്ഞു, ദാവൂദ് നബി കഴിഞ്ഞു, നബിതങ്ങൾ കഴിഞ്ഞു, ഇനി എന്താണ് ഇതിനേക്കാളും വലുതുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പരിശുദ്ധമായ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്! അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയതായ അള്ളാഹു തന്നെ ആ പരിശുദ്ധമായ ഖുർആൻ ഓതി കേൾപ്പിച്ചു തരുമെന്ന് ഹദീസിലൂടെ വരുന്നുണ്ട്. ചില ഹദീസുകളിലൂടെ സൂറത്ത് റഹ്മാൻ ആണെന്ന് വരുന്നുണ്ട്, സൂറത്ത് അൻആം ഓതി കേൾപ്പിക്കുമെന്ന് വരുന്നുണ്ട്. പല റിവായത്തുകളുണ്ട്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തെ സൃഷ്ടിച്ച അള്ളാഹു, ഖുർആൻ ഇറക്കിയതായ അള്ളാഹു, ആ അള്ളാഹു തന്നെ പരിശുദ്ധമായ ഖുർആൻ നാളെ ഓതി കേൾപ്പിച്ചു തരുമ്പോൾ അതിന്റെ ആസ്വാദനം എത്ര വലുതായിരിക്കും ബഹുമാനികൾ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അള്ളാഹു ചോദിക്കും, എങ്ങനെയുണ്ട്? മതിയായോ? അള്ളാഹുവേ മതി, ഞങ്ങൾ ആസ്വദിച്ചു, ആസ്വാദനത്തിന്റെ അങ്ങേയറ്റത്തേക്ക് ഞങ്ങൾ എത്തി, സുഖത്തിന്റെ അങ്ങേയറ്റത്തേക്ക് ഞങ്ങൾ എത്തി, ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഒരനുഗ്രഹം കൂടി നിങ്ങൾക്ക് തരാൻ ബാക്കിയുണ്ട്. അള്ളാഹുവേ, ഇനി ഒരു അനുഗ്രഹമോ, ഇനി ഈ ലോകത്തൊരു അനുഗ്രഹം ബാക്കിയോ? അനുഗ്രഹങ്ങളുടെ അങ്ങേയറ്റത്തേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു, ഇനി എന്തനുഗ്രഹമാണ് ബാക്കി തരാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ നിന്ന് മറയ നീക്കും. അള്ളാഹുവിനെ സത്യവിശ്വാസികൾക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഞാൻ ഏറ്റവും വലിയ അനുഗ്രഹമായ എന്റെ തൃപ്തി ഇതാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. അള്ളാഹുവിന്റെ തൃപ്തിയാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ അനുഗ്രഹം. അള്ളാഹുവിനെ കണ്ട് ആ മനുഷ്യൻ മുഴുവൻ സത്യവിശ്വാസികളും ഇങ്ങനെ ഒരൊറ്റ നിൽപ്പ് നിന്നു പോകും. ഹോർലിങ്ങളുടെ സുഖങ്ങൾ മറന്നുപോകും, മദ്യത്തിന്റെ രുചി മറന്നുപോകും, ഭക്ഷണത്തിന്റെ രുചി മറന്നുപോകും, സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും മറന്നുപോയി അള്ളാഹുവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. 70,000 വർഷം ഇങ്ങനെ നിൽക്കും. അള്ളാഹു പറയും, 70,000 നിസ്സാരമായ കാര്യമാണോ? 70,000 വർഷം ഇങ്ങനെ അള്ളാഹുവിനെ നോക്കിക്കൊണ്ടേ നിന്ന് പോകും. എല്ലാം കഴിയുമ്പോൾ അള്ളാഹു പറയും, മതിയോ, ഞാൻ പോകട്ടെ? അള്ളാഹുവേ, നീ ഇത്ര പെട്ടെന്ന് പോവുകയാണോ? നിന്നെ കണ്ട് കൊതി തീർന്നില്ല, നിന്നെ കണ്ട് ആ സുഖം മാറിയില്ല, അള്ളാഹുവേ നിന്നെ കുറച്ചുകൂടെ നോക്കിക്കോട്ടെ. അള്ളാഹു പറയും, സത്യവിശ്വാസി മുഅ്മിനെ, നീ 70,000 വർഷമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ! അള്ളാഹുവിന്റെ ലിഖാ, അള്ളാഹുവിനെ കാണുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കാണലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴ്ചയിൽ ഒരു ദിവസം, ജുമാ ദിവസം, ഈ രീതിയിൽ സത്യവിശ്വാസികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ കാണിച്ചു കൊടുക്കുന്നതാണ്. ആ ഒരു നോട്ടത്തിൽ സഹോദരങ്ങളെ മുഴുവൻ സുഖങ്ങളും മറന്നുപോകും. സ്വർഗത്തിന്റെ പറഞ്ഞതും പറയാത്തതുമായ എന്തെല്ലാം സുഖങ്ങളുണ്ടോ അതെല്ലാം മറന്നിങ്ങനെ അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കും. ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്നതായ അനുഗ്രഹം. എന്നാലോ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ ലിഖാ കാണിച്ചു കൊടുക്കും. അല്ലാഹു അക്ബർ! ഇന്നല്ലാഹ യതജല്ലാ ലിന്നാസി ആമ്മതൻ വലി അബീ ബക്കറിൻ ഖാസ്സതൻ. ഇത് മുഴുവൻ സത്യവിശ്വാസികൾക്കുമുള്ള അനുഗ്രഹമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖാസ്സായ നിലയിൽ, പ്രത്യേകമായ നിലയിൽ അല്ലാഹുവിന്റെ തജല്ലി കാണിച്ചു കൊടുക്കും, അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കും. എന്തൊരു അനുഗ്രഹമായിരിക്കും! അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാണ്? നിസ്സാരമായ മനുഷ്യനായിരുന്നു. അല്ലാഹു അക്ബർ! ദീനിനു വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ച മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ആഖിറത്തിൽ ഏറ്റവും വലിയ പദവിയായിരിക്കും. ഇത് പൊതുവായ സത്യവിശ്വാസികളുടെ അനുഗ്രഹമാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ആ ഖാസ്സായ അനുഗ്രഹം എത്ര വലുതായിരിക്കും! ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ കാണാനുള്ള അനുവാദം കൊടുക്കും, അവസരം കൊടുക്കും. അല്ലാഹു അക്ബർ! അല്ലാഹു അത്തരത്തിലുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ.
ബഹുമാനികളെ, നരകത്തിന്റെ ശിക്ഷകളൊക്കെ കഴിഞ്ഞതിന് ശേഷം, സത്യവിശ്വാസികളിൽ നിന്ന് നരകത്തിന്റെ ശിക്ഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനമായി സ്വർഗത്തിൽ കയറുന്ന ഒരു മനുഷ്യനുണ്ടാവും. ഹദീസിലൂടെ വരുന്നുണ്ട്, അവസാനമായി സ്വർഗത്തിൽ കയറുന്ന മനുഷ്യൻ. മലക്കുകൾ ശുപാർശ ചെയ്യും, നബിതങ്ങൾ ശുപാർശ ചെയ്യും, അള്ളാഹു തന്നെ ഫ്രീ ആയിട്ട് സ്വർഗത്തിലേക്ക് കടത്തും. അങ്ങനെ എല്ലാവരെയും കടത്തും. ഈ മനുഷ്യൻ അവിടെ തന്നെ നിൽക്കും. ഇവന്റെ വിഷയത്തിൽ മാത്രം മിണ്ടൂല. എല്ലാ സത്യവിശ്വാസികളും പോയി കഴിയും. കലിമ പറഞ്ഞ മുഴുവൻ മനുഷ്യരെയും ജഹന്നമിൽ നിന്ന് അള്ളാഹു കൊണ്ടുപോകും. ഈ മനുഷ്യൻ മാത്രം ബാക്കിയാവും. ഇവനിങ്ങനെ നിൽക്കും, എന്നെ മാത്രം എന്താ കൊണ്ടുപോകാത്തത്, എന്നെ മാത്രം എന്താണ് പ്രവേശിപ്പിക്കാത്തത്. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നീയും കയറിക്കോ. അങ്ങനെ അവനെ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ പുറത്തു കൊണ്ടുവന്ന് ഇങ്ങനെ നരകത്തിന്റെ പുറത്ത് ഇങ്ങനെ എത്തിയിട്ട് ഇങ്ങനെ ദൂരെ നോക്കും സ്വർഗത്തിലേക്ക്. ആ സ്വർഗം ഇങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അവൻ ഇങ്ങനെ നരകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയും, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനി, ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയും. എന്നിട്ട് അവനിങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ടേയിരിക്കും. സ്വർഗം ഇങ്ങനെ ദൂരെ ഇരിക്കുകയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ചപ്പുറത്തേക്കായിട്ട് ഒരു മരത്തെ ഇങ്ങനെ അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കും. നല്ല തണലുള്ളതായ ഒരു മരം. അവൻ പറയും, അള്ളാഹുവേ ആ മരത്തിൻ്റെ അടുത്ത് ഞാൻ പോയി ഇരുന്നോട്ടെ. സ്വർഗത്തിൻ്റെ അടുത്തേക്ക് ആ മരത്തിൻ്റെ അടുത്ത് ഞാൻ പോയി ഇരുന്നോട്ടെ. അപ്പോൾ പറയും, അനുവാദം തരാം, പക്ഷേ ഇനി ഒന്നും ചോദിക്കരുത്. ഇനി ഒന്നും ചോദിക്കൂല എങ്കിൽ ഈ അനുഗ്രഹം നിനക്ക് നൽകാം. മതി അള്ളാഹു, ഇത് മതി, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ ധാരാളം, ഞാൻ അവിടെ ഇരുന്ന് സ്വർഗത്തെ കണ്ടുകൊണ്ടിരുന്നോളാം. അങ്ങനെ അവൻ ആ മരത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കും. അവിടെ നിന്ന് അവൻ വെള്ളം കുടിക്കും, അതിൻ്റെ തണൽ ആസ്വദിച്ച് ഇങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടേയിരിക്കും. കുറെ കഴിയുമ്പോഴത്തേക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അള്ളാഹു തന്നെയാണ് ചെയ്യുന്നത്. കുറച്ചപ്പുറത്തേക്ക് വേറൊരു മരത്തെ അള്ളാഹു കാണിച്ചു കൊടുക്കും, സ്വർഗത്തിന്റെ കുറച്ചുകൂടെ അടുത്തേക്ക്. അപ്പോൾ മനുഷ്യനിങ്ങനെ നോക്കിയിട്ട് പറയും, അള്ളാഹുവേ ആ മരത്തിൻ്റെ അടുത്ത് ഇരുത്താമോ? നീയല്ലേ പറഞ്ഞ ഇതുവരെ ഇനി ഒന്നും ചോദിക്കൂലെന്ന്. അള്ളാഹു ഇതും കൂടെ, ഇനി അപ്പുറത്തേക്ക് ഞാൻ ഒന്നും ചോദിക്കൂല. സത്യമാണോ, വാക്കാണോ? അതെ വാക്ക്. എന്നാ ശരി. അള്ളാഹു അപ്പുറത്തേക്ക് എത്തിക്കും. അവിടെ ഇരുന്ന് അവിടുത്തെ തണൽ ആസ്വദിച്ച് അവിടുത്തെ വെള്ളം കുടിച്ച് ഇങ്ങനെ സ്വർഗത്തെ നോക്കി വെള്ളം നിറക്കിക്കൊണ്ടിരിക്കും. അപ്പൊ സ്വർഗത്തിന്റെ തൊട്ടടുത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മരത്തെ കാണിച്ചു കൊടുക്കും. അള്ളാഹുവേ അവിടെ ഇരുത്താമോ? അള്ളാഹുവേ മനുഷ്യ നീയല്ലേ പറഞ്ഞ ഇനി ഒന്നും ചോദിക്കൂലെന്ന്. അള്ളാഹുവേ സഹിക്കാൻ കഴിയുന്നില്ല, ഇത് ലാസ്റ്റ് അവസരം, എന്നെ അവിടെ ഇരുത്തിയാൽ മതി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പിടിച്ചിരുത്തും. അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ സ്വർഗത്തിന്റെ വാതിലേക്ക് നോയിക്കൊണ്ടിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുന്നു, അവിടെ നിന്ന് ഇങ്ങനെ ആസ്വാദനങ്ങൾ കേൾക്കുന്നു, പാട്ട് കേൾക്കുന്നു, അവിടുത്തെ സ്വർഗാവകാശികളുടെ ബഹളങ്ങളും സന്തോഷവും ഒക്കെ കേട്ട് അത് കണ്ടിട്ട് ഇവന് സഹിക്കാൻ കഴിയില്ല. ഫുൾ കൺട്രോൾ നഷ്ടപ്പെടും. അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ ഒന്ന് ആ വാതിലിൻ്റെ അകത്ത് കയറ്റി വന്ന് ഇരുത്താമോ? അവിടെ സൈഡിൽ ഞാൻ മൂലയിൽ ഇരുന്നോളാം, അതിന് അങ്ങോട്ടൊന്നും വിടണ്ട, അവിടെ തന്നെ ഇരുന്നോളാം. അള്ളാഹു പറയും, നീ ഇതിൽ ഇത്രയും ദൂരം പറഞ്ഞു, ഇനി ഞാൻ ഒന്നും ചോദിക്കൂലെന്ന്. അള്ളാഹുവെ സഹിക്കാൻ കഴിയുന്നില്ല, അള്ളാഹുവെ ലാസ്റ്റ് അവസരം, ഇനി ഞാൻ ഒന്നും ചോദിക്കൂല. അള്ളാഹു പറയും, എന്നാ പിന്നെ നീ സ്വർഗത്തിലേക്ക് പൊയ്ക്കോ. ഈ മനുഷ്യൻ സന്തോഷത്തോടു കൂടി ഓടി സ്വർഗത്തിലേക്ക് പോകും. അവിടെ പോയി ആ വാതിലിലേക്ക് അങ്ങനെ തലയിട്ട് അകത്തേക്ക് നോക്കുമ്പോൾ സ്വർഗം ഫുള്ള്, ഒരു കാല് വെക്കാനുള്ള സ്ഥലം പോലും അകത്തുണ്ടാവൂല. ആ മനുഷ്യൻ തിരിച്ചു വരും, അള്ളാഹുവെ നീ എന്നെ കളിയാക്കുകയാണോ? അവിടെ കാല് വെക്കാൻ പോലുള്ള സ്ഥലമൊന്നുമില്ല, കയറാനുള്ള ഒരു സ്ഥലം ഫുൾ റഷാണ് അവിടെ. അള്ളാഹു പറയും, നീ പോയി നോക്ക്. വീണ്ടും പോയിട്ട് വരും. അപ്പോൾ അള്ളാഹു അവിടെ ഫുള്ളാണ്, അവിടെ കയറാനുള്ള ഒരു സ്ഥലമില്ല. അപ്പോൾ പറയും, നീ ഒന്നും കൂടെ പോയി നോക്കാൻ പറയും. അപ്പോൾ അള്ളാഹു യഥാർത്ഥത്തിൽ അവൻ്റെ സ്വർഗം തുറന്നു കൊടുക്കും. അവിടെ പോയി നോക്കുമ്പോൾ വിശാലമായ സ്വർഗം. അള്ളാഹു പറയും, നിനക്ക് ദുനിയാവിൻ്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം ഞാൻ തന്നിരിക്കുന്ന സന്തോഷമാണെന്ന് ചോദിച്ചു. ദുനിയാവിൻ്റെ കായംകുളമല്ല, ആലപ്പുഴ അല്ല, കേരളമല്ല, ഇന്ത്യ അല്ല, ദുനിയാവിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം. നരകത്തിൽ നിന്ന് ഇറങ്ങുന്ന അവസാനത്തെ മനുഷ്യൻ, അഥവാ ഏറ്റവും ചെറിയ ഈമാനുള്ള മനുഷ്യൻ, അള്ളാഹു ചോദിക്കുമ്പോൾ ദുനിയാവിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം നിനക്ക് തരുന്നു, സന്തോഷമാണോ എന്ന് ചോദിക്കും. അപ്പൊ ആ മനുഷ്യൻ പറയും, അള്ളാഹുവേ നീ റബ്ബുൽ ആലമീനായിരുന്നിട്ട് എന്നെ കളിയാക്കുകയാണോ? ഈ ഹദീസ് പറയുന്ന സമയത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചിരിക്കുകയുണ്ടായി. റബ്ബുൽ ആലമീനായിരുന്നിട്ട് നീ പാവം മനുഷ്യനെ കളിയാക്കുകയാണോ അല്ലാഹു? എന്നിട്ട് ചോദിച്ചു, മുമ്പിലിരുന്ന ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ എന്താ ചിരിച്ചതെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, അങ്ങ് എന്തിനാ ചിരിച്ചതെന്ന് പറഞ്ഞു. ഈ ഹദീസ് പറഞ്ഞ സമയത്ത് നബിതങ്ങളും ചിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു, തങ്ങൾ എന്തിനാ ചിരിക്കുന്നതെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഇത് എന്നോട് പറഞ്ഞു തന്ന സമയത്ത് അള്ളാഹുവും ചിരിക്കുന്നുണ്ടായിരുന്നു. അല്ലാഹു അക്ബർ. ബഹുമാനികളെ, അഅദത്തു ലിഇബാദിയ സ്സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ആ മനുഷ്യൻ അകത്തേക്ക് കയറും, സന്തോഷത്തോടു കൂടി സ്വർഗത്തിനകത്തേക്ക് കയറും. അകത്തേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു ജോലിക്കാരൻ, ഒരു വേലക്കാരൻ വന്നു നിന്നുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കും. ആ വേലക്കാരൻ പ്രകാശത്താലുള്ള ഒരു മനുഷ്യനായിരിക്കും, വേലക്കാരനായിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹത്തെ കാണുമ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ കുരിഞ്ഞ് ഇങ്ങനെ വണങ്ങും.
താങ്കൾ എന്തിനാണ് എന്റെ മുമ്പിൽ വണങ്ങുന്നത്? അങ്ങ് മലക്കല്ലേ? ഇല്ല, ഞാൻ മലക്കല്ല, അങ്ങയുടെ ഒരുപാട് വേലക്കാരിൽപ്പെട്ട ഒരു വേലക്കാരനാണ്. സുബ്ഹാനല്ലാഹ്, അന്തം വിട്ടുപോകും. അങ്ങനെ സ്വർഗത്തിനകത്തേക്ക് കയറും. അകത്തേക്ക് കയറും, അവനെ സ്വീകരിച്ചുകൊണ്ട് സ്വർഗം മുഴുവനും ലൈറ്റ് ഇങ്ങനെ ഇടും, ഫുൾ പ്രകാശം ഇങ്ങനെ ഉണ്ടാവും. ആ പ്രകാശത്തെ കാണുമ്പോൾ ഇവൻ ഉടനെ സുജൂദിൽ വീഴും. എന്താ താങ്കൾ സുജൂദ് ചെയ്യുന്നത്? എന്താ? അള്ളാഹുവിന്റെ തജല്ലി ഉണ്ടായി, ഞാനിത് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നു. ഇത് അള്ളാഹുവിന്റെ തജല്ലി എന്നല്ല, താങ്കളുടെ സ്വർഗത്തെ ലൈറ്റ് ഇട്ടതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവന്റെ സ്വർഗത്തിന്റെ നടുക്കായിട്ട് ഒരു വലിയൊരു സിംഹാസനം സ്ഥാപിച്ചിരിക്കും. വലിയൊരു സിംഹാസനം, മരതകവും മുത്തും പവിഴവും ഒക്കെ കൊണ്ട് തയ്യാറാക്കപ്പെട്ടതായ അതിവിപുലമായ ഒരു സിംഹാസനം. അദ്ദേഹത്തെ സ്വീകരിച്ച് ആ മനുഷ്യൻ അവിടെ കൊണ്ടിരുത്തും. ഉടനെ അവന് ചുറ്റും 80,000 ഹൂർലിങ്ങൾ. സുബ്ഹാനല്ലാഹ്, 80,000 ഹൂർലിങ്ങൾ അങ്ങനെ ചുറ്റും വരും. അവരുടെ ഒരു കയ്യിൽ വെള്ളമുണ്ടായിരിക്കും, ഒരു കയ്യിൽ ഭക്ഷണമുണ്ടായിരിക്കും. 80,000 പേരുടെ കയ്യിൽ 80,000 തരത്തിലുള്ള വെള്ളവും 80,000 തരത്തിലുള്ള ഭക്ഷണങ്ങളും. ഇത് മുഴുവനും അങ്ങേക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി തന്നിരിക്കുകയാണ്. അത് മുഴുവനും കുടിക്കും, അത് മുഴുവനും തിന്നും. അല്ലാഹു അക്ബർ. ഇത് മുഴുവനും ആസ്വദിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുകയാണ്. മനുഷ്യ, ഈ ദുനിയാവിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം നിനക്ക് തന്നിരിക്കുന്നു. നീ ചോദിക്കുന്നതൊക്കെ നിനക്ക് ഇവിടെ തരാം, നീ ആഗ്രഹിക്കുന്നതൊക്കെയും തരാം, നീ ചോദിച്ചോളാൻ പറയും. ആ മനുഷ്യൻ ഇങ്ങനെ ചോദിക്കും, മനസ്സിൽ വരുന്നതെല്ലാം ഇങ്ങനെ ചോദിക്കും. അല്ലാഹു അതെല്ലാം കൊടുക്കും. എന്നിട്ട് പറയും, അല്ലാഹു അവന്റെ മനസ്സിൽ വീണ്ടും കുറെ തോന്നിപ്പിച്ചു കൊടുക്കും. നീ ഇതും കൂടെ ചോദിക്കുക, നീ ഇതും കൂടെ ചോദിക്കുക, നീ ഇതും കൂടെ ചോദിക്കുക. ആ മനുഷ്യൻ അതും ചോദിക്കും. അല്ലാഹു അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, എല്ലാം ചോദിക്കും. ഇതെല്ലാം കൊടുത്തതിന് ശേഷം അല്ലാഹു പറയും, ഈ അനുഗ്രഹങ്ങൾ മുഴുവനും നിനക്ക് തന്നിരിക്കുന്നു, ഇതിന്റെ 10 ഇരട്ടി എക്സ്ട്രാ അനുഗ്രഹങ്ങൾ കൂടെ നിനക്ക് ഞാൻ തന്നിരിക്കുന്നു, നീ സന്തോഷിച്ചുകൊള്ളൂ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയ്ക്ക് മരണത്തെ കൊണ്ടുവരും. ആ മരണത്തെ കൊണ്ടുവന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനോട് പറയും, മലക്ക് വന്ന് മരണത്തെ അറുക്കും. ഒരാടിന്റെ രൂപത്തിൽ കൊണ്ടുവരും. ആ മരണത്തെ അറുക്കും. ഇത് സന്തോഷിക്കാനും ദുഃഖിക്കാനും വേണ്ടിയാണ് രണ്ടു കൂട്ടരും. സ്വർഗാവകാശികളോട് വിളിച്ചു പറയും, ഇനി നിങ്ങൾക്ക് മരണം വരികയേ ഇല്ല, നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ നിന്ന് പോകേണ്ട അവസ്ഥയും വരികയില്ല, സന്തോഷിച്ചു കൊള്ളുക കാലാകാലം. നരകാവകാശികളോട് വിളിച്ചു പറയും, നിങ്ങൾക്ക് ഇനി മരണം വരികയില്ല, നിങ്ങൾക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല, കാലാകാലം അവിടെ അനുഭവിച്ചുകോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങൾക്ക് വേണ്ടി, സൽക്കർമ്മികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗമാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ, ആഗ്രഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനെ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അവസ്ഥകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത് ഇത് ആഗ്രഹിച്ച് ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടിയാണ്. ദുനിയാവിന്റെ ശഹവത്തുകൾ മാറ്റിവെച്ച്, ദുനിയാവിന്റെ മനസ്സിന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ മാറ്റിവെച്ച് ഈ സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കണം. ഈ സ്വർഗത്തിന്റെ സ്വപ്നം കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇതിന്റെ സുഖം ഒരു നിമിഷമേ ഉണ്ടാവുള്ളൂ. നാളെ കാലാകാലത്തെ സ്വർഗം, ആഖിറത്തിൽ കാലാകാലത്തെ സുഖമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല, ഇല്ല ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ഇച്ഛകളെ പിടിച്ചു മാറ്റാൻ ഈ സ്വർഗത്തിന്റെ ചിന്തകൾക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, കുറച്ച് ദിവസങ്ങളായി ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ, മലക്കുകളുമായിട്ട്, കിതാബുകളുമായിട്ട്, റസൂലുകളുമായിട്ട്, അവസാനം മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ. ഈ ചർച്ച ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇനി ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേതുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് ഹദീസ് ജിബ്രീൽ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതിൽ ഖിയാമത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ലോകാവസാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അല്ലാഹു പറഞ്ഞതിനേക്കാളുപരി, കേട്ടതിനേക്കാളുപരി ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, കൊണ്ടുവരാൻ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസത്തെ ശരിയായ രീതിയിൽ രൂഢമൂലമാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളോട് ചർച്ച ചെയ്ത വിഷയങ്ങൾ മുഴുവനും അഖീദയുമായി, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അമലുകൾ എത്ര ഉണ്ടെങ്കിലും ശരി, അത് ആഖിറത്തിൽ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മളുടെ ഈമാൻ ഉറപ്പുള്ളതാകണം. വിശ്വാസപരമായി എന്തൊക്കെ വിശ്വസിക്കൽ നിർബന്ധമാണോ അത് മുഴുവനും ഉറപ്പായിട്ടും വിശ്വസിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അല്ലാതെ എത്ര അമലുകൾ ചെയ്തെന്ന് പറഞ്ഞാലും വിശ്വാസം ശരിയായില്ലേ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റൂല. ആ ഒരു അടിസ്ഥാനത്തിലാണ് അഖീദപരമായ, വിശ്വാസപരമായ മുഴുവൻ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ, ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വിശ്വാസത്തിലായി ജീവിക്കുകയും ഇതേ വിശ്വാസത്തിലായി മരിച്ച് ഇതേ വിശ്വാസത്തിലായി നാളെ ആഖിറത്തിൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.